ഹലോ! ഇന്നത്തെ വീഡിയോ ഒരു ഈവനിംഗ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ഈവനിംഗ് അമ്പലത്തിലോട്ടൊന്ന് പോയതാണ്. ഈവനിംഗ് അല്ല ആക്ച്വലി രാത്രിയായി. പക്ഷേ ഞങ്ങളിത് പ്ലാൻ ചെയ്തത് രാവിലെയാണ്. ഇതൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ട് അത് നടന്നില്ല. അത് പിന്നെ അങ്ങനെയാണല്ലോ. നമ്മളെ പ്ലാനിങ്ങൊക്കെ അങ്ങനെയാണ്. എന്തായാലും രാത്രി പോകാൻ പറ്റി. അത് തന്നെ വലിയൊരു സന്തോഷവും സമാധാനവും. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡെത്തിയപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി. നല്ല മഴയായിരുന്നു. ഊബറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ കഴിക്കുന്ന ഉണ്ണിയപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ പലഹാര കടകളാണ്. അപ്പോൾ ചൂടോടെ അവിടെ ഉണ്ണിയപ്പം, ചിപ്സ് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങി ഞങ്ങൾ പോണ വഴിക്ക് കഴിച്ചതാണ് കേട്ടോ. അമ്പലത്തിലെത്തിയപ്പോൾ മഴയൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലാണ്. നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. നല്ല സമാധാനമായിട്ട് കുറേ നേരം പ്രാർത്ഥിക്കാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് അവിടെ നിന്നപ്പോഴത്തേക്കും പായസം കിട്ടി കേട്ടോ. പ്രസാദമായിട്ട് ശർക്കര പായസം കിട്ടി. അപ്പോൾ അത് നിധിക്കും കൊടുത്തു. ഞാനും കഴിച്ചു. ചേട്ടനും അനിയത്തിയും എല്ലാവരും കഴിച്ചു. മഴ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. തിരക്കില്ല എന്ന് പറയുമ്പോൾ സാധാരണ ദിവസങ്ങളിലുള്ള തിരക്കില്ല. അതായത് സൺഡേ ഒക്കെ സാധാരണ ഭയങ്കര തിരക്കാണ്. അത്രയും തിരക്ക് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളവിടെ പായസം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നിധിയുടെ ഒരു ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്കറിയാവുന്ന ഒരു ചേട്ടൻ്റെ മോനാണ് കേട്ടോ. നിധിയെ കണ്ടിട്ട് ഓടി വന്നതാണ്. ഓൾ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പായസവും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ തിരിച്ച് പോണ വഴിക്ക് മഴയൊന്നുമില്ലായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഷോപ്പിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് നിധിയുടെ മുഖം കണ്ടപ്പോൾ എനിക്കിങ്ങനെ നിധിക്ക് ഉറക്കം വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി. തോന്നിയതുപോലെ തന്നെയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ തന്നെ ഏകദേശം 9:30 മണിയൊക്കെ ആയിട്ടാണ്. ഞങ്ങൾ 1 1/2 മണിക്കൂറോളം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്ത്. ദാണ്ടെ നിധി ഉറങ്ങിയിട്ടാ. കാറ്റ് പോയ ബലൂൺ പോലെയാണ് നിധി ഉറങ്ങിയത്. അത് കഴിഞ്ഞ് ഷോപ്പിലെത്തിയപ്പോഴത്തേക്കും ഇത് ഞാനും അനിയത്തിയും കൂടെ കുറേ നാളായിട്ട് ഈ ഇൻസ്റ്റയിൽ റീൽസിൽ കണ്ട് ഞങ്ങൾ ഷെയർ ചെയ്ത സാധനമാണ് കേട്ടോ. എപ്പോഴും ഷെയർ ചെയ്തിട്ട് ഇത് ട്രൈ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അന്നൊരവസരം കിട്ടിയപ്പോൾ എന്നാൽ പിന്നെ ഇത് ചെയ്യാമല്ലോ എന്ന് കരുതി. പക്ഷേ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഫസ്റ്റ് റൗണ്ട് തന്നെ ഫ്ലോപ്പായിപ്പോയി. ഫോൺ താഴെ വീണിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ചേട്ടൻ്റെ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞൊരു ഡാൻസ് റീൽ എടുക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത് നിങ്ങൾ. അത് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ടേക്ക് പോയത് ഞാൻ കാരണമാണ് കേട്ടോ. ഞാൻ ഒരുപാട് പ്രാവശ്യം തെറ്റിച്ച്. അവസാനം എങ്ങനെയോ സാധനം സെറ്റായി ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പേര് എപ്പോഴും നമ്മളടുത്ത് പറയാറുണ്ട് കേട്ടോ, ദിദിയെ കൂടെ ഡാൻസിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ പോലെ അല്ല ഗൈസ്, ഇപ്പോൾ അവൾ നിൽക്കാറില്ല, ഓടിക്കളയും. അപ്പോൾ അത്രയുള്ള ഗൈസ്, ഇന്നത്തെ വീഡിയോ. ടാറ്റാ.